തൃശ്ശൂര് പൂരം കണ്ടിട്ടുള്ളൊരു മഹിമ എടുത്തു പാടണം എൻ്റെ ലക്ഷ്മി കുട്ടി പുതുമ. ഒട്ടേറെ പുതുമകളുള്ള ഉത്സവങ്ങളുടെ നാടായ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലെ വെളപ്പായിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് വിനോഷ് നന്മ. ഞാൻ പണ്ട് മുഖം വെളുപ്പിക്കുന്ന ജെൻസ് ബ്യൂട്ടീഷ്യനായിരുന്നു. ഇപ്പം ഞാൻ വീട് വെളുപ്പിക്കുന്ന ഹൗസ് ബ്യൂട്ടീഷ്യനാണ്. ജനിച്ചത് വെളപ്പായിലാണെങ്കിലും ഞാനിപ്പോൾ വളർന്നതെല്ലാം കൊള്ളന്നൂർ എന്ന് പറയുന്ന നാട്ടിലാണ്. കൊള്ളന്നൂരിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ വീടുകളിലും കലാകാരന്മാരാണ്. അതിനൊരു കാരണം ആ കൊള്ളന്നൂരിൽ ഒരു സുബ്രേട്ടനുണ്ട്. പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രാം വന്നാലും എടുക്കും. സുബ്രേട്ട ഒരു കാളകളി, ഒരു ശിങ്കാരിമേളം എടുക്കാം, അങ്ങനെ എല്ലാ പ്രോഗ്രാമും എടുക്കുന്ന ഒരാളാണ് സുബ്രേട്ടൻ. അങ്ങനെ പ്രോഗ്രാം എടുക്കുക, അവിടെയുള്ള ആൾക്കാരിനൊക്കെ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യും. അങ്ങനെ ഈ സുബ്രേട്ടൻ ഒരു ശിവത്താണ്ഡവം ദേവനൃത്തം എന്ന് പറഞ്ഞൊരു പരിപാടി എടുത്തു. അപ്പോൾ പോകും വഴിക്ക് എന്നോട് ചോദിച്ചു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, പോരുന്നുണ്ടാന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോഗ്രാമിന് പോയി. അവിടെ ചെന്ന് അപ്പോൾ പുള്ളി ഈ പാൻ സ്റ്റിക്കൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ തിരുമ്പി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഭദ്രകാളിക്ക്. അപ്പം എന്നോട് പറഞ്ഞു, അതിൽ ആ കളർ എടുത്തിട്ട് നീ ആ നാരദനൊന്നും മേക്കപ്പ് ഇടാമെന്നാണ്. അങ്ങനെ ഞാൻ കളർ എടുത്ത് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, വെറുതെ ഷർട്ടിലാക്കണ്ട, അത് ഊരി വെച്ചോ. അപ്പോൾ എനിക്കും തോന്നി അവിടെ അത്യാവശ്യം കാണാൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഷർട്ട് നശിപ്പിക്കാനുള്ള ഞാൻ ഷർട്ട് ഊരി വെച്ചു. ഞാൻ ഈ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എൻ്റെ ബാക്കിൽ വന്നിട്ട് പറഞ്ഞു, വിനോഷേ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയ ഉടനെ ആ കൈ കൊണ്ട് വേഗം എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒറ്റടിയാ ആ കളറൊക്കെ അടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയാണ്, അതേ കൃഷ്ണൻ കെട്ടാളെ ആള് വന്നിട്ടില്ല, ഇന്ന് നീയാണ് കേട്ടോ കൃഷ്ണൻ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ഈ മുഖം, ഈ ഗോമാങ്ങ പോലുള്ള മുഖം വെച്ച് ഞാൻ അന്നൊരു കൃഷ്ണനായി. അപ്പോൾ ഈ സുബ്രഹ്മണ്യേട്ടൻ അന്ന് ശിവനായിട്ടുണ്ട്. ശിവൻ, ഭദ്രകാളി, പാർവതി, അങ്ങനെ ദൈവങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. പ്രോഗ്രാം തുടങ്ങി, ഒരു ക്ലൈമാക്സ് ഘട്ടത്തിലെത്തി. അപ്പോൾ ശിവൻ നല്ല താണ്ഡവ നൃത്തം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ ഇവിടെ പുലിത്തോൽ എടുത്തിട്ടുണ്ടെന്ന് അഴിഞ്ഞു പോയി. ഇത് ആളൊഴുകി ബാക്കി എല്ലാവരും അറിഞ്ഞു. എല്ലാവരും ഫൺസ് അപ്പോൺ ടൈം പ്രോഗ്രാം കണ്ട പോലെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെയാണ് ആളെന്നെ അറിയിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ആൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇടയ്ക്ക് നോക്കിയിട്ട് പൊളിയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബേട്ടാ മുണ്ട് എന്ന് പറയും. ഇന്നസെൻറ്റിനോട് പറഞ്ഞാൽ മുണ്ട് എന്ന് പറയുമ്പോൾ ആള് തരം സൂപ്പർ എന്നാ. അപ്പോൾ ആള് വീണ്ടും ആളൊന്ന് കളിച്ചു, ഒരു റൗണ്ട് കൂടെ ഒക്കെ തിരിഞ്ഞു വന്നിട്ട് എന്നെ നോക്കും, ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറയും മുണ്ട്. രണ്ടാമത് പറഞ്ഞപ്പോൾ ആള് വിചാരിച്ചു സൂപ്പർ എന്ന് തന്നെയാണ് പറയണത്. വീണ്ടും കളിക്കുന്ന ഞങ്ങൾക്കാണെങ്കിൽ സീൻ ഞങ്ങളുടെ അല്ലാത്തതുകൊണ്ട് ആർക്കും അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല. കാരണം ഭദ്രകാളിയുടെ അടുത്തേക്ക് ചെല്ലേണ്ട ഒരു സീനാണ് ഇനി. ആ നേരത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഭദ്രകാളിക്ക് കാര്യം മനസ്സിലായി, പെട്ടു എന്നുള്ളത്. ഭദ്രകാളി അങ്ങോട്ട് തുള്ളിയിട്ട് വന്ന് ഈ ശൂലം കൊണ്ട് ഈ പുലിത്തോളിൽ പൊക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു. അതുവരെ ഇങ്ങനെ കളിച്ചിട്ട് ഒരു സ്റ്റില്ല് വന്ന് നിൽക്കുകയാണ് ശിവൻ. ഇങ്ങനെ വന്ന് നിന്ന നേരത്ത് ഈ പുലിത്തോലിമിക്ക് നോക്കിയിട്ട് നേരെ താഴത്തേക്കാണ് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടിരുന്നൊരു പൂക്കളായിട്ടുള്ള മുണ്ടുണ്ട്. ആ ഒരു പച്ച, ചുവപ്പ്, മഞ്ഞ പല കളറുള്ള ഒരു മുണ്ടാണ് ആൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ആ മുണ്ട് കൊടുത്തിട്ട് മുകളിൽ പുലിത്തോലും രുദ്രാക്ഷമാലയും ഈ ജടയൊക്കെ വെച്ചിട്ട് ശിവൻ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ വന്നിട്ട് പിന്നെ ആൾക്ക് മനസ്സിലായി പെട്ടെന്ന്. അപ്പോൾ ഈ ശിവൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്ന് അവിടുന്ന് വേഗം വലിച്ചത് കൊടുത്ത് അങ്ങനെ ഒരു വിധം തല്ലുകൊള്ളാണ്ട് പ്രോഗ്രാം അവസാനിപ്പിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൊറോണ കാലഘട്ടവും കാര്യങ്ങളൊക്കെ ആയി. കലാകാരന്മാർ വീട്ടിലിരിപ്പായി. കുട്ടികൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാണ്ടായി. എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. പിള്ളേരെ പഠിപ്പൊക്കെ അച്ഛൻ്റെ പോലെ തന്നെ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇനി അതിൽ രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്പോർട്സിലൊന്ന് നോക്കാം, വല്ല സച്ചിനോ നെയ്മറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അവന് സ്പോർട്സ് അക്കാഡമിയിൽ കൊണ്ടുപോയി ചേർക്കാൻ പോയി. അവിടെ അക്കാഡമിയിൽ എത്തിയ ഉടനെ ഫുട്ബോൾ കളി കണ്ടപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇതാണ് കേട്ടോ ഫുട്ബോൾ കളി. അപ്പോൾ മൂത്തവനും താഴെയുള്ളവനും എപ്പോഴും സംശയമാണ്, എന്ത് കണ്ടാലും സംശയമാണ്. കളി ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അവരെന്തിനിങ്ങനെ ഒരു പന്തിൻ്റെ പിന്നാലെ ഓടണേ, ഒരു ബോളും കൂടി മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 2 ആൾക്ക് ടീമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നീല ജേഴ്സി വെച്ചിട്ട് ഒരു ടീം, ഓറഞ്ച് ജേഴ്സി വേറെ ടീം, അവർ 2 പേരെയും പോസ്റ്റാണ് കാണുന്നത്. അവർ അങ്ങോട്ട് ഗോളടിക്കുക, ഇങ്ങോട്ട് ഗോളടിക്കുക, കൂടുതൽ ഗോളടിച്ചൊരു ജയിക്കും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ താഴെയുള്ളതിൻ്റെ ഒരു സംശയം, അപ്പം അച്ഛാ നടുക്കിൽ പച്ച ജേഴ്സിയിട്ട് ഓടുന്ന ചേട്ടൻ്റെ പോസ്റ്റ് ഏതാന്ന്. സത്യം പറഞ്ഞാൽ അതിന് ഉത്തരം എനിക്കും കിട്ടാണ്ടായി. അപ്പോൾ ഞാൻ നെയ്മറിൻ്റെ കാര്യം തീരുമാനമായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് നേരെ ക്രിക്കറ്റ് കളിയാണ് അങ്ങനെ കൊണ്ടുപോയി. ക്രിക്കറ്റ് കളി ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, ആ ചേട്ടന് നല്ല അടി കിട്ടാറാൻ കിട്ടാമെന്നു. ഈ അടിക്കുന്ന ബാറ്റ് ചെയ്യുന്ന ചേട്ടന് നല്ല അടി കിട്ടാറാണെന്നു. അപ്പോൾ എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. ഞാനും ചേട്ടനൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ട് കളഞ്ഞാൽ അച്ഛൻ എന്താ പറയാറെന്ന് ചോദിച്ചു. അത് നിങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരണം, കളഞ്ഞവർ തന്നെ എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു. നോക്കി ആ ചേട്ടൻ എത്ര ബോളായി അടിച്ച് കളയണം, എന്നിട്ട് എടുത്തുകൊണ്ടിരുന്നു മറ്റുള്ള ചേട്ടന്മാരും. അത് ശരിയല്ല, ആ ചേട്ടന് നല്ല അടിയുടെ കുറവുകൊണ്ടിട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ എത്ര അടിയാണ് കിട്ടിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോഴും പറഞ്ഞു, ആ ചേട്ടനെ തല്ല ആരോ വരുന്നുണ്ട് തോന്നുന്നുണ്ടോ, അതെ ആ ചേട്ടൻ ദേ ഓടിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പിള്ളേർ സച്ചിനും ആവില്ല എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ കബഡി കളി നടക്കും. കബഡി കളി ഇങ്ങനെ കുറച്ച് നേരം നോക്കിന്നു. ഈ ഒരാൾ അപ്പുറത്തെ കോട്ടിലേക്ക് കടന്നോടനെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, അച്ഛാ അവർ ബന്ധുക്കളെ തോന്നുന്നു എന്ന് പറഞ്ഞു. എന്താ നീ അങ്ങനെ പറഞ്ഞു?
അല്ല ആ ചേട്ടൻ അവിടെ ചെന്നപ്പോൾ അവരവിടെ പിടിച്ചു നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല അതിൻ്റെ കളി. അതായത് ഇവിടുന്ന് ഒരാൾ അവിടെ പോയി തൊടും, അപ്പോൾ അവിടെ പിടിച്ചു നിർത്തും, അവിടുന്ന് ഇപ്പുറത്തേക്ക് വരും. ആ കളിയുടെ രീതി അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുട്ടേട്ടനും വാവേട്ടനും അമ്മായിയുടെ മക്കളാണ്. അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്താറുണ്ട്. അപ്പോൾ അവരും വേറെ വേറെ ടീമാണോ? അവർ വന്നാൽ നമ്മൾ പിടിച്ചു നിർത്തും, നമ്മൾ അങ്ങോട്ട് പോയി അവരും പിടിച്ചു നിർത്താറുണ്ട്. നാളെ പോവാടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെയാണോ ഈ കബഡി കളി എന്ന് വെച്ചു. അപ്പോൾ കബഡി കളിയുടെ കാര്യം ഒരു തീരുമാനമായി. അവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ വോളിബോൾ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് സംശയങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു, ആ നെറ്റിൻ്റെ മുകളിൽ കൂടെ അടിക്കുക, താഴത്ത് കുത്തും, പോയിന്റ്. അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക, താഴത്ത് കുത്തും, പോയിന്റ്. കൂടുതൽ പോയിന്റ് ആയി ഒരു ജയിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുന്നു, ഇനി ഒന്നും വരരുതെന്ന് എൻ്റെ പ്രാർത്ഥന. സംശയം അങ്ങനെ കുറച്ച് നേരം നോക്കിന്നിട്ട് പറഞ്ഞു, എന്തിന് അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ ചാടി അടിക്കണേ, ആ നെറ്റൊന്ന് താഴ്ത്തി കെട്ടിക്കൂടെ. അപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ എന്ന്. എന്നാലും ഞാൻ പറഞ്ഞു അതിലൊക്കെ ഒരു കണക്കുണ്ടാ, അങ്ങനെ കെട്ടാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ താഴെയുള്ള പറയണേ, അപ്പം ചേട്ടാ അത് നമുക്ക് പറ്റിയ കളിയല്ലാട്രാ. അതെന്താ ചോദിച്ചു, ഞങ്ങൾക്ക് കണക്കറിയില്ലല്ലോ എന്ന്. അപ്പോൾ അതൊരു കാര്യത്തിൽ തീരുമാനമായി. ഇനി വോളിബോളും രക്ഷയില്ല. അവിടെ ഞാൻ പുറത്തേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അവിടെ ബോക്സിങ് നടക്കുന്നുണ്ട്. അത് അക്രമമായ കാരണം ഞാൻ പറഞ്ഞു ബോക്സിങ്ങിൻ്റെ അവിടേക്ക് നമുക്ക് പോകണ്ട, വീട്ടിൽ പോകാമെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബോക്സിങ്ങിൻ്റെ അവിടെ പോയി ബോക്സിങ് ഇങ്ങനെ കണ്ടു നോക്കി നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അവൻ പറയാ, അച്ഛാ നമ്മുടെ അമ്മ ബോക്സിങ് പഠിച്ചിട്ടുണ്ട് ആവശ്യം. എന്താ നീ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അല്ല ആ മഞ്ഞ ഡ്രസ് ഇട്ട് ചേച്ചിയുടെ മൂക്കിന്ന് ചോര വരണണ്ടാ. അതുപോലെ അച്ഛൻ്റെ മൂക്ക് ഇടിച്ചിട്ട് അമ്മ ചോര വരുത്താറ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പിള്ളേർ സ്പോർട്സൊക്കെ പെശകാവുന്നു. അപ്പോൾ ഞാൻ അവരെന്നെ പിന്നെ അതിനുശേഷം ഒരു സ്ഥലത്തേക്ക് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവർ സ്പോർട്സും സിനിമയും ബാക്കിയൊന്നല്ല, അവർ രാഷ്ട്രീയത്തിലെത്താറുള്ളവരാണ്. അതെനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു.